റഷ്യയിൽ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യയിൽ നിന്നുള്ള സർവകക്ഷി പ്രതിനിധി സംഘത്തിന്റെ വിമാനം മോസ്കോയിൽ ഇറങ്ങാൻ വൈകി. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ റഷ്യയിലെത്തിയ DMK നേതാവ് കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള സംഘം സഞ്ചരിച്ച വിമാനമാണ് മണിക്കൂറുകളോളം വൈകിയത്. ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് മോസ്കോ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം വ്യാഴാഴ്ച തടസ്സപ്പെട്ടിരുന്നു. നിരവധി വിമാന സർവീസുകൾ നിർത്തിവെച്ചു. ഇതേ തുടർന്നാണ് വിമാനം ആകാശത്ത് വട്ടമിട്ട് പറന്നത്. കേന്ദ്ര പ്രതിനിധി സംഘം സഞ്ചരിച്ച വിമാനത്തിന് മോസ്കോ വിമാനത്താവളത്തിൽ ഇറങ്ങാൻ അനുമതി നിഷേധിക്കുകയായിരുന്നു. തുടർന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് സുരക്ഷിതമായി വിമാനം ഇറക്കാൻ സാധിച്ചത്. അടുത്ത ദിവസങ്ങളിലായി റഷ്യയും യുക്രൈനും തമ്മിലുള്ള പോരാട്ടം രൂക്ഷമായിരിക്കുകയാണ്. ഇരുപക്ഷവും ഡ്രോൺ ആക്രമണങ്ങൾ തുടരുകയാണ്. 3 വർഷമായി തുടർന്ന് യുദ്ധം അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുന്നതിനിടയിലും ഇരുപക്ഷവും വിട്ടുവീഴ്ചയില്ലാതെ പോരാട്ടം തുടരുകയാണ്. റഷ്യൻ തലസ്ഥാനമായ മോസ്കോ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളും യുക്രൈൻ കടുപ്പിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് വിമാന സർവീസുകൾ തടസ്സപ്പെട്ടത്. തീവ്രവാദത്തിനെതിരെ ഇന്ത്യയുടെ നിലപാട് ലോകത്തിനു മുന്നിൽ വ്യക്തമാക്കാനും ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടാനുമാണ് കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള സംഘം റഷ്യയിലെത്തിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടപ്പാക്കിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചും സംഘം റഷ്യൻ സർക്കാരിന് മുന്നിൽ വിശദീകരിക്കും. റഷ്യൻ പാർലമെന്റായ ഫെഡറൽ അസംബ്ലിയിലെ പ്രതിനിധികളുമായും ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. വിമാനത്താവളത്തിൽ കേന്ദ്ര സംഘത്തെ സ്വീകരിക്കാൻ റഷ്യയിലെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരും എത്തിയിരുന്നു. റഷ്യൻ സന്ദർശനത്തിനു ശേഷം സ്പെയിൻ, ഗ്രീസ്, സ്ലോവേനിയ, ലാത്വിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും കനിമൊഴി നയിക്കുന്ന സംഘം പോകാനൊരുങ്ങുകയാണ്. പാർലമെന്റ് അംഗങ്ങളും മുതിർന്ന നയതന്ത്രജ്ഞരും ഉൾപ്പെടുന്നതാണ് സർവകക്ഷി സംഘം. എല്ലാ രാജ്യങ്ങളിലെയും സർക്കാർ പ്രതിനിധികളുമായും ഉന്നത ഉദ്യോഗസ്ഥരുമായും സംഘം കൂടിക്കാഴ്ച നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. മാധ്യമ പ്രവർത്തകരെയും കാണും. കഴിഞ്ഞ ദിവസം ശിവസേന MP ശ്രീകാന്ത് ഷിൻഡെ നയിക്കുന്ന സംഘം UAE എത്തിയിരുന്നു. മൊത്തം 7 പ്രതിനിധി സംഘങ്ങളാണ് വിവിധ രാജ്യങ്ങളിലേക്കായി പോകുന്നത്. 7 സംഘങ്ങളിലായി 59 പാർലമെന്റ് അംഗങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നതും.